ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു വീടിൻ്റെ മൊത്തം പ്ലംബിങ് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഹൈ പ്രഷർ നമുക്ക് കാര്യങ്ങൾ കിട്ടാനായിട്ട് നമുക്ക് എങ്ങനെ പ്ലംബിംഗ് ലൈൻ വാട്ടർ ലൈൻ മുകളിൽ നിന്ന് ഇറക്കാമെന്നുള്ള ഡീറ്റെയിൽസാണ് നമ്മളൊന്ന് കാണിച്ചിരിക്കുന്നത്. ആദ്യമേ തന്നെ നമ്മളൊരു കറക്റ്റ് ഒരു ഗ്യാപ്പ് ഉണ്ട്, ആ ഗ്യാപ്പിലൂടെയാണ് നമ്മൾ പൈപ്പുകളെല്ലാം ഇറക്കിയിരിക്കുന്നത്. ആദ്യമേ തന്നെ മുകളിൽ ഒരു ബാത്റൂം ഉള്ളതുകൊണ്ട് അതിൻ്റെ ഫസ്റ്റ് ഡ്രൈനേജ് സിസ്റ്റത്തിന് 4 ഇഞ്ച് പൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. 4 kg ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ തൊട്ടുപുറത്ത് കുളിക്കുന്ന വെള്ളം പോകാനായിട്ട്, അതായത് ട്രാപ്പിൽ നിന്ന് പോകുന്ന വെള്ളത്തിന് വേണ്ടി 2 ഇഞ്ച് പൈപ്പ് 63 mm പൈപ്പ് 4 kg പൈപ്പ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാം. കണ്ടോ, 63 mm 4 kg പൈപ്പ്. ആ ഡ്രൈനേജ് കാര്യങ്ങളൊക്കെ വേസ്റ്റ് ലൈനൊക്കെ നമുക്ക് 4 kg കൊടുത്താൽ മതി. അതുപോലെ തന്നെ 4 ഇഞ്ചും ഇതുപോലെ തന്നെ 110 mm നമ്മൾ 4 kg കൊടുത്താൽ മതി. അടുത്ത സെക്ഷൻ നമ്മൾ മെയിനായിട്ട് വാട്ടർ ലൈൻ മുകളിൽ നിന്ന് ഇറക്കിയിരിക്കുന്ന പൈപ്പാണ് ഈ കാണുന്നത്. അതും 63 mm 6 kg പൈപ്പാണ് ഇറക്കിയിരിക്കുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞത് 4 kg ആണ് ഡ്രൈനേജിന് വേണ്ടിയിട്ട് ഇറക്കിയിരിക്കുന്നത്. 4 kg അത് കനം കുറച്ച് കുറവായിരിക്കും. എന്നാൽ വാട്ടർ ലൈനിൽ നമ്മൾ കുറച്ച് കനം കൂടിയുള്ളത് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം വേറെ ഒന്നുമല്ല, ഹൈ പ്രഷർ കാര്യങ്ങൾ വരുന്ന സമയത്ത് പൈപ്പ് പൊട്ടിപ്പോകാനുള്ള ചാൻസ് കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിന് നമ്മളൊരു മെയിനായിട്ടൊരു വാൽവ് കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ തൊട്ടപ്പുറത്ത് മോട്ടറിൽ നിന്ന് കണക്ഷൻ 1 ഇഞ്ച് പൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഒരു 10 kg കൊടുത്താൽ മതി. 1 ഇഞ്ച് പൈപ്പ് 32 mm വരുന്ന നമ്മൾ ആ കിണറിൻ്റെ അടുത്തേക്ക് നമ്മളൊരു പൈപ്പ് പൊക്കി നിർത്തിയത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ പൈപ്പാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളൊരു 1/2 ഇഞ്ച് പൈപ്പ് 25 mm പൈപ്പ് 20 mm പൈപ്പ് കൊടുത്തിട്ടുണ്ട്. അത് വേറെ ഒന്നിനുമല്ല, നമ്മൾ ഈ പറയുന്ന വാട്ടർ ലെവൽ കൺട്രോളോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ, വാട്ടർ ടാങ്കിൻ്റെ അടുത്ത് നമുക്ക് എന്തെങ്കിലും കൺട്രോളിങ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കണമെങ്കിൽ എക്സ്ട്രാ ഒരു പൈപ്പ് ചെയ്തിട്ടെന്ന് മാത്രമേ ഉള്ളൂ. ഏറ്റവും ടോപ്പിലെ വാട്ടർ ടാങ്കിൽ നിന്നാണ് നമ്മളത് കറക്ഷൻ കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. പിന്നെ 4 ഇഞ്ച് ഏറ്റവും മുകളിലൊരു ബാത്റൂം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്ന 4 ഇഞ്ച് പൈപ്പിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് നമ്മൾ എയർ പൊക്കി കളഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് ഏറ്റവും മുകളിലേക്ക് ബാത്റൂമിൻ്റെ എയർ കളയുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. കാരണം എയർ നമുക്ക് പരമാവധി ഏറ്റവും മുകളിലേക്ക് കളഞ്ഞില്ലെങ്കിൽ എവിടെയാണോ നമ്മൾ എയർ പൊക്കി കൊടുക്കുന്നത് ആ ഏരിയയിൽ നല്ല സ്മെല്ല് ഭാവിയിൽ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. 1 വർഷം 2 വർഷം ഒന്നും പ്രശ്നം ഉണ്ടാവില്ല. പിന്നീട് നമ്മൾ കണ്ടിന്യൂസ് യൂസ് ചെയ്യുമ്പോൾ വീട് കാര്യങ്ങളൊക്കെ ബാത്റൂമൊക്കെ ഉപയോഗിക്കും കണ്ടിന്യൂസ് യൂസ് ചെയ്യുമ്പോഴാണ് ഈ സ്മെല്ല് കാര്യങ്ങൾ ഉണ്ടാകാൻ ചാൻസ്. അപ്പോൾ മാക്സിമം എയർ ഏറ്റവും മുകളിലേക്ക്, അതായത് നമുക്ക് ശല്യമില്ലാത്ത ലെവലിലേക്ക് മാക്സിമം പൊക്കി കളയാൻ എത്ര സാധിക്കുമോ അത്രയും നല്ലതാണ്. അപ്പോൾ സ്കൈഫോണിക്ക് അതുപോലെയുള്ള ക്ലോസറ്റുകൾ വെക്കുകയാണെങ്കിൽ ഇത്രയും ലെവലിൽ നമുക്ക് എയർ പൊക്കി കളയാൻ സാധിക്കില്ല. കാരണം സ്കൈഫോണിക്കിൻ്റെ സിസ്റ്റം വർക്ക് ചെയ്യണമെങ്കിൽ എയർ മാക്സിമം 1 മീറ്റർ ഹൈറ്റിൽ പാടുള്ളൂന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്കൈഫോണിക്ക് ഒഴിവാക്കി വെക്കുന്നതാണ് ഏറ്റവും ഉത്തമം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ എയർ കളഞ്ഞില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത്, സ്കൈഫോണിക്ക് നമ്മൾ വെച്ച് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന എയർ മൊത്തം, അതായത് ആ സെപ്റ്റിക്കിൻ്റെ സ്മെല്ല് മൊത്തം നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് വരുന്ന ഒരു എഫക്റ്റ് പല സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഒഴിവാക്കണമെങ്കിൽ പിന്നീട് നമുക്ക് ഈ പറഞ്ഞ ലെവലിൽ നമുക്ക് ആ സെപ്റ്റിക്കിൻ്റെ സ്മെല്ല് നമുക്ക് വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കില്ല. അപ്പോൾ ഏറ്റവും നല്ലത് എയർ ഏറ്റവും മാക്സിമം മുകളിലേക്ക് പൊക്കി കളയുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ ഈ 2 ഇഞ്ച് പൈപ്പ് നമ്മൾ വാട്ടർ ലൈനിൽ നിന്ന് ഇറക്കുന്നത് 2 ഇഞ്ച് പൈപ്പ് തന്നെ നമ്മൾ കൊടുക്കുകയാണെങ്കിലും ഹൈ പ്രഷർ നമുക്ക് എല്ലാ ബാത്റൂമുകളിലേക്കും എല്ലാ കിച്ചണിലേക്കും എല്ലാ ടാപ്പുകളും ഒരുപോലെ. പല ആളുകളും ചോദിക്കാറില്ല 1.5 ഇഞ്ച് പൈപ്പ് മതിയില്ലേ എന്ന് ചോദിക്കാറുണ്ട്. ഒരു 3 ബാത്റൂമിൽ കൂടുതൽ ഉണ്ടെങ്കിലും 2 നില വീടുകളുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് 2 ഇഞ്ച് പൈപ്പ് തന്നെ ഇറക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഹൈ പ്രഷർ നമുക്ക് റെയിൻ ഷവറിലൊക്കെ നല്ല ഹൈ പ്രഷർ കിട്ടും. പ്രഷർ പമ്പ് ഉപയോഗിക്കാതെ തന്നെ ഹൈ പ്രഷർ നമുക്ക് കിട്ടും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.